നിങ്ങൾ എപ്പോഴെങ്കിലും ടാക്സബിൾ ബ്രാക്കറ്റിനുള്ളിൽ വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് എത്ര രൂപ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും എന്നതിനെ പറ്റി ഒരു ധാരണയുണ്ടോ? ടാക്സ് സ്ലാബിനെ പറ്റിയും ടാക്സ് റേറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ ധാരണ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സേവിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. വെൽക്കം ടു ടാക്സ് സെയിൽസ് ബൈ SES. Today we are deeply diving into income tax slab and tax rate. നിങ്ങൾ ഒരു സാലറിഡ് എംപ്ലോയി ആയിക്കോട്ടെ, ഫ്രീലാൻസർ ആയിക്കോട്ടെ, ബിസിനസ് ഓണർ ആയിക്കോട്ടെ, ഇൻകം ടാക്സ് സ്ലാബിനെ പറ്റിയും ടാക്സ് റേറ്റിനെ പറ്റിയുള്ള ധാരണ നിങ്ങൾക്ക് കൂടുതൽ സമയം ലാഭിക്കുവാനും ടാക്സ് സേവ് ചെയ്യുവാനും ടാക്സ് സീസണിലെ സർപ്രൈസസ് അവോയ്ഡ് ചെയ്യാനും സാധിക്കും. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഓൾഡ് റെജിമയും ന്യൂ റെജിമയും തമ്മിലുള്ള വ്യത്യാസം, എങ്ങനെ ഒരു വ്യക്തിക്ക് വൈസ്ലി ബുദ്ധിപരമായിട്ട് ന്യൂ റെജിമയാണോ ഓൾഡ് റെജിമയാണോ സെലക്ട് ചെയ്യേണ്ടതിനെ പറ്റിയുള്ള ധാരണ ഈ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 24-25 ഓർ അസസ്മെൻറ്റ് ഇയർ 25-26 ഓരോ വ്യക്തികൾക്ക് അവർക്ക് ആപ്റ്റ് ആകുന്ന ടാക്സ് റെജിമെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓൾഡ് റെജിമെ ഓർ ന്യൂ റെജിമെ. ഓൾഡ് റെജിമെ ഈസ് ബേസ്ഡ് ഓൺ ഏജ്ഡ് എക്സംഷൻസ് ആൻഡ് അതർ ഡിഡക്ഷൻസ്. അതായത് ഓൾഡ് റെജിമയിൽ പ്രായത്തിൻ്റെ നിലയിൽ എക്സംഷൻസും ഡിഡക്ഷൻസും കിട്ടുന്നതാണ്. എന്നാൽ ന്യൂ റെജിമയിലേക്ക് കടന്നു വരുമ്പോൾ ലോവർ ടാക്സ് റേറ്റ് ആണ്, പക്ഷേ ലിമിറ്റഡ് എക്സംഷൻസ് ആണ് നൽകുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഓൾഡ് റെജിമെ ആൻഡ് ന്യൂ റെജിമയുടെ ബ്രേക്ക് ഡൗൺസ് നമുക്ക് നോക്കാം. ഓൾഡ് റെജിമെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ഏജ് ബേസ്ഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഏജ് ബേസ്ഡിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് അപ് ടു 60 years ഇറ്റ് ഈസ് റെഗുലർ. 60 to 80 years it is senior citizen. Above 80 years it is super senior citizen. So let us first discuss about old tax regime with deductions. Tax payers category പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. റെഗുലർ ഇൻഡിവിജ്വൽ, സീനിയർ സിറ്റിസൺ, സൂപ്പർ സീനിയർ സിറ്റിസൺ. ഈ മൂന്ന് കാറ്റഗറിക്ക് വരുന്ന ഇൻകം ലെവലും ഇൻകം സ്ലാബും സ്ലാബ് റേറ്റിനെ പറ്റി ഡീപ്ലി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമതായിട്ട് റെഗുലർ ഇൻഡിവിജ്വൽ. ഒരു റെഗുലർ ഇൻഡിവിജ്വലിന് 0 to 2.5 lakhs ആണെങ്കിൽ, അല്ലെങ്കിൽ 2.5 ലക്ഷം രൂപയാണ് വരുമാനമെങ്കിൽ 0% ടാക്സ് റേറ്റ് ആണ് വരുന്നത്. അല്ലെങ്കിൽ ടാക്സ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യകത വരുന്നില്ല, 0% ആണ്. 2.5 തൊട്ട് 5 വരെയാണ് നിങ്ങളുടെ സ്ലാബിൽ ഇൻകം നിൽക്കുന്നതെങ്കിൽ 5%, 5 തൊട്ട് 10 ലക്ഷം വരെയാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ നിങ്ങൾ 20%, 10 ലക്ഷത്തിന് മുകളിലേക്കാണെങ്കിൽ 30% ടാക്സ് റേറ്റും കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഇനി നിങ്ങൾ സീനിയർ സിറ്റിസൺ കാറ്റഗറിയിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് 3 ലക്ഷം രൂപ വരെ ടാക്സ് കൊടുക്കേണ്ടതായിട്ടില്ല. 3 ലക്ഷം രൂപ തൊട്ട് 5 ലക്ഷം രൂപ വരെ 5%, 5 ലക്ഷം തൊട്ട് 10 ലക്ഷം രൂപ 20%, 10 ലക്ഷത്തിന് മുകളിലേക്ക് 30% ടാക്സ് കൊടുക്കണം. ഇനി നിങ്ങൾ സൂപ്പർ സീനിയർ സിറ്റിസൺ, ദാറ്റ് ഈസ് എബവ് 80 years ആണെങ്കിൽ 5 ലക്ഷം രൂപ വരെ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട. 5 ലക്ഷം രൂപ തൊട്ട് 10 ലക്ഷം രൂപ വരെ ആണെങ്കിൽ 20%, 10 ലക്ഷത്തിന് മുകളിൽ 30% ടാക്സും കൊടുക്കേണ്ടതാണ്. മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഈസ്, നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ ആണെങ്കിൽ നിങ്ങളുടെ ഇൻകം എങ്കിൽ സെക്ഷൻ 87A പ്രകാരം നിങ്ങൾക്ക് 12,500 rupees റിബേറ്റ് കിട്ടും. അതായത് ചുരുക്കി പറഞ്ഞാൽ 5 ലക്ഷം രൂപ വരെ ആണ് നിങ്ങളുടെ റെഗുലർ ഇൻകം എങ്കിൽ നിങ്ങൾ റെഗുലർ ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, സീനിയർ സിറ്റിസൺ ആയിക്കോട്ടെ, സൂപ്പർ സീനിയർ സിറ്റിസൺ ആയിക്കോട്ടെ, നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരികത്തേയില്ല. കാരണം സെക്ഷൻ 87A പ്രകാരം നിങ്ങൾക്ക് റീബേറ്റ് ലഭിക്കുന്നതാണ്. സോ നൗ ലെറ്റ്സ് ഗോ ഡീപ്ലി ഇൻ ടു ന്യൂ റെജിമെ വിത്ത് ലിമിറ്റഡ് ഡിഡക്ഷൻസ് ആൻഡ് എക്സെപ്ഷൻ. നിങ്ങളുടെ ഇൻകം 3 ലക്ഷം രൂപ വരെ ആണെങ്കിൽ ടാക്സ് റേറ്റ് 0%, ദാറ്റ് ഈസ് നിൽ. 3 to 7 ആണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ നിങ്ങൾ 5% ടാക്സ് കൊടുക്കും. 7 to 10 ആണെങ്കിൽ നിങ്ങൾ 10%, 10 to 12 ആണെങ്കിൽ നിങ്ങൾ 15%, 12 to 15 lakhs ആണെങ്കിൽ 20%, ആൻഡ് 15 lakhs എബോവ് ആണെങ്കിൽ 30% കൊടുക്കും. സെയിം ആസ് ഓൾഡ് റെജിമെ, ഈ ന്യൂ റെജിമയിലും സെക്ഷൻ 87A പ്രകാരം നിങ്ങളുടെ ഇൻകം 7 lakhsനുള്ളിലാണ് നിങ്ങൾക്കെങ്കിൽ 25,000 വരെ റിബേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദാറ്റ് ഈസ് ഓൺലി ഫോർ റെസിഡൻഷ്യൽ ഇൻഡിവിജ്വൽ. നിങ്ങൾ NRA ആണെങ്കിൽ ഓൾഡ് റെജിമെ ആയിക്കോട്ടെ ന്യൂ റെജിമെ ആയിക്കോട്ടെ സെക്ഷൻ 87A പ്രകാരം ഈ റിബേറ്റ് ലഭിക്കുന്നതല്ല. സോ ലെറ്റ് മീ ഗീവ് സം മോർ അഡീഷണൽ ഇൻഫോർമേഷൻ. കുറച്ചുകൂടെ അഡീഷണൽ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങളൊരു സാലറിഡ് പേഴ്സണോ അല്ലെങ്കിൽ പെൻഷനറോ ആയിക്കോട്ടെ,
നിങ്ങൾ ഓൾഡ് റെജിമെയാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് ലഭിക്കും. നിങ്ങൾ ഇനി ന്യൂ റെജിമെയാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ 75,000ഓളം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലഭിക്കും. ഇനി ഒരു കാര്യം കൂടെ പറയാം, 50 lakhsന് മുകളിലാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ നിങ്ങൾക്ക് സർചാർജ് ആപ്ലിക്കബിൾ ആകും. 50 lakhsന് മുകളിലോട്ട് വരുമ്പോൾ 10% to 37% വരെ സർചാർജ് ബേസ്ഡ് ഓൺ യുവർ ഇൻകം ലെവൽ ആപ്ലിക്കബിൾ ആവും. ഈ പറയുന്ന ടാക്സ് റേറ്റിന് മുകളിൽ ഹെൽത്ത് കെയർ ആൻഡ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സെസ് എന്ന നിലയിൽ 4% ടാക്സ് റേറ്റോട് അഡീഷണൽ വരുന്നതാണ്. നൗ ലെറ്റ്സ് ഗോ ടു കീ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾഡ് റെജിമെ ആൻഡ് ന്യൂ റെജിമെ. ഫസ്റ്റ്ലി ടാക്സ് റേറ്റ് നമുക്ക് നോക്കാം. ടാക്സ് റേറ്റ് കമ്പയറിംഗ് ടു ന്യൂ റെജിമെ, ഓൾഡ് റെജിമയ്ക്ക് ഹയർ റേറ്റ് ആണ്, ബട്ട് ന്യൂ റെജിമെ ടാക്സ് റേറ്റുകൾ ലോവർ ആണ്. രണ്ടാമതായിട്ട് ഡിഡക്ഷൻസ് ആണ്. ATC, ATD ആൻഡ് HRA എക്സംഷൻസ് അല്ല ഡിഡക്ഷൻസുകൾ ഓൾഡ് റെജിമയ്ക്ക് ലഭിക്കുകയും പക്ഷേ ന്യൂ റെജിമയ്ക്ക് ഡിഡക്ഷൻസ് ലിമിറ്റഡും ആയിരിക്കും. നൗ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിലേക്ക് വന്നാൽ ഓൾഡ് റെജിമയ്ക്ക് 50,000ഉം ന്യൂ റെജിമയ്ക്ക് 75,000 rupees സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലഭിക്കും. നൗ ലുക്ക് ഇൻ ടു റിബേറ്റ്. ഓൾഡ് റെജിമെ ഓപ്റ്റ് ചെയ്യുന്നവർക്ക് 5 lakhs വരെയാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ സെക്ഷൻ 87A പ്രകാരം നിങ്ങൾക്ക് റിബേറ്റ് ലഭിക്കും. പക്ഷേ നിങ്ങളുടെ ന്യൂ റെജിമെ എടുക്കുമ്പോൾ നിങ്ങളുടെ ഇൻകം 7 lakhs വരെയാണെങ്കിൽ റിബേറ്റ് സെക്ഷൻ 87A പ്രകാരം 25,000 വരെ ആയിരിക്കും റിബേറ്റ്. ഫൈനലി നിങ്ങൾ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പേ ഓൾഡ് റെജിമയും ന്യൂ റെജിമയും തമ്മിൽ കമ്പയർ ചെയ്യുക. ടാക്സ് ബെനിഫിറ്റ് ഏതിനാണോ കിട്ടുക ആ നിലയിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുക, ഓർ കൺസൾട്ട് എ ഗുഡ് ടാക്സ് കൺസൾട്ടൻറ്റ്. Tax planning is not only saving your money, it's financially informed. For more informative tax videos, please follow Tax Tales by SES.